നമ്മുടെ ചെടിച്ചട്ടിയിൽ നട്ടിരിക്കുന്ന റോസയ്ക്കൊക്കെ വളവും വെള്ളവും ഒക്കെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. ഈ മഴക്കാലത്ത് നമ്മുടെ പോട്ടി മിക്സിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും, അതായത് വളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ വെള്ളം വാർന്നു പോകണം. ആ ഒരു പോട്ടി മിക്സ് വേണം നമ്മൾ തയ്യാറാക്കാനായിട്ട്. അപ്പോൾ പോട്ടി മിക്സ് എങ്ങനെ തയ്യാറാക്കുന്ന വീഡിയോസൊക്കെ ഞാൻ നേരത്തെ തന്നെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ അതുകൊണ്ട് തളർത്ത് നന്നായിട്ട് വരും റോസകൾ, അതുപോലെ നിറയെ പൂമൊട്ടുകളും ഉണ്ടാവും. ഇന്നത്തെ ഈ ഒരു ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ റോസയ്ക്ക് നല്ലപോലെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വളമാണ്. NPK ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു വളമാണ്. നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള ഒരു വളമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മഴക്കാലത്ത് ഓടി ചെന്ന് വളം കൊടുക്കണം നല്ലത് പറഞ്ഞത്. മഴക്കാലത്ത് നമ്മുടെ റോസാ ചെടികൾക്കും പൂക്കുന്ന ചെടികൾക്കും കുറച്ച് വളം മതി, പ്രത്യേകിച്ച് റോസകൾക്കൊക്കെ കുറച്ച് വളം മതി. പക്ഷേ ഇടയ്ക്കൊക്കെ വെയിൽ കാണുന്ന ഒരു സമയം കാണുമല്ലോ, ആ സമയത്ത് നമുക്ക് ഇങ്ങനത്തുള്ള വളം ഉപയോഗിച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ റോസാ ചുവട്ടിലെ മണ്ണൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടിരിക്കും. ആ സമയത്ത് നമ്മുടെ ആ റോസാ ചുവടൊന്ന് കിളച്ച്, അതായത് ഇളക്കി മണ്ണൊക്കെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു വളം ഒഴിച്ചു കൊടുത്താൽ നല്ല റിസൾട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ റോസാ ചെടികൾ നല്ല തിങ്ങി നിറഞ്ഞ പൂക്കളുണ്ടാവും തീർച്ചയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുമല്ല കേട്ടോ. വാട്സപ്പിലൊക്കെ ഓരോ ചെടികളും കാണിച്ച, പ്രത്യേകിച്ച് റോസ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ചെടികളും ചെടികളുടെ വീഡിയോയും നട്ടുവെച്ച വീഡിയോയും ഇതൊക്കെ എനിക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാണുമ്പോഴത്തേനും. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന വളങ്ങളൊക്കെ എനിക്ക് റിസൾട്ട് കിട്ടുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഴക്കാല സമയത്ത് നമ്മുടെ റോസകൾക്ക് ഒരുപാട് വളം കൊടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ നല്ല വെയിലുള്ള സമയത്തൊക്കെ നമുക്ക് കൊടുക്കാം തീർച്ചയായിട്ടും. മഴ ഒരുപാട് മഴ ഇങ്ങനെ നിർത്താതെ പെയ്യുന്ന സമയത്തൊന്നും നമ്മൾ വളം ഓടിച്ചൊന്ന് കൊടുക്കരുത്. അല്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഒരു 15 ദിവസം കൂടുമ്പോഴൊക്കെ ഇടയ്ക്ക് വെയിൽ വരുന്ന സമയത്തൊക്കെ നമ്മുടെ റോസയുടെ ഒരു വളം കൊടുത്ത സമയമൊക്കെ നമുക്കറിയാമല്ലോ. ആ സമയമൊക്കെ ഒന്ന് കണക്കാക്കി അതിനനുസരിച്ച് വെയിൽ വരുന്ന സമയത്തൊക്കെ നമുക്ക് നല്ല ഫെർട്ടിലൈസർ കൊടുക്കാം തീർച്ചയായിട്ടും. അപ്പോൾ ഇന്നും അതുപോലെ നല്ലൊരു ഫെർട്ടിലൈസറാണ്. ധാരാളം NPK, നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്, കാൽസ്യം അടങ്ങിയിട്ടുണ്ട്, അതുപോലെയൊക്കെ ഒരുപാട് കണ്ടന്റ് അടങ്ങിയിട്ടുള്ളൊരു വളമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ആദ്യം എടുത്തേക്കുന്ന മുട്ടത്തോടാണ്. പുഴുങ്ങിയ മുട്ടയല്ല, വാട്ടിയ മുട്ടയുടെ തോട് നമ്മൾ ശേഖരിച്ച് വെച്ചിട്ട് കുറച്ച് എന്തെങ്കിലും വേണം, 5-6 മുട്ടയുടെ തോടെങ്കിലും വേണം. അതിനകത്ത് പൊടിച്ചിട്ട് ഒരു കുപ്പിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് കുപ്പികളിലോ പാത്രത്തിലോ എന്തെങ്കിലും വെള്ളം ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ 2-3 ടീസ്പൂൺ തേയിലപ്പൊടിയും 2 വലിയ ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുകയാണ്. അപ്പോൾ മുട്ടത്തോടിൽ ധാരാളം കാൽസ്യം കണ്ടന്റും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ചെടികളുടെ മുരടിപ്പ് മാറാനായിട്ടും ചെടികൾ നന്നായിട്ട് പൂക്കാനായിട്ടും വളരെയധികം സഹായിക്കുന്നു. കാപ്പിപ്പൊടിയും തേയിലപ്പൊടിയും അതുപോലെ തന്നെ നല്ല പൂക്കൾ ഉണ്ടാവാനായിട്ടും പെട്ടെന്ന് തളിർപ്പുകൾ ഉണ്ടാവാനായിട്ടും നല്ല കളർഫുൾ ആയിട്ടുള്ള പൂക്കൾ ഉണ്ടാവാനായിട്ടും ഒക്കെ സഹായിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഉള്ളിത്തൊലി, അതായത് സവോളത്തൊലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളിത്തൊലിയോ സവോളത്തൊലിയോ പച്ചക്കറിയുടെ വേസ്റ്റോ ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ധാരാളം പൊട്ടാഷ്യവും കാൽസ്യവും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെടികൾ പൂക്കാനായിട്ട് പൊട്ടാഷ്യം കണ്ടന്റ് അടങ്ങിയ ഒരുപാട് കണ്ടന്റ് നമുക്ക് ആവശ്യമാണ്. അതിലേക്ക് ഞാനിങ്ങനെ ഇട്ട് കൊടുത്തു. കുറച്ച് ആവശ്യമുള്ളത്രയും നമ്മുടെ ഉള്ളിത്തൊലി സവോളത്തൊലി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ചു കൊടുത്ത് 2 ദിവസം കഴിഞ്ഞ് നന്നായിട്ട് പുളിക്കണം. മുട്ടത്തോട് ശേഖരിച്ച് വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. മഴക്കാലത്ത് നമ്മുടെ ചെടിച്ചെടികളുടെ ചുവട്ടിലൊക്കെ മണ്ണിനകത്തിട്ട് പോട്ടി മിക്സിൽ ഇളക്കി കൊടുക്കാനായിട്ട് വളരെയധികം നല്ലതാണ്. ധാരാളം പൂക്കളുണ്ടാകും. അതുപോലെ തന്നെ മഴക്കാലത്തുണ്ടാകുന്ന ഒച്ചിൻ്റെ ശല്യം മാറ്റാനായിട്ട് ചെടിച്ചെടിയുടെ ചുവടുകളിലും ചെടിച്ചെടിക്കകത്തുമൊക്കെ മുട്ടത്തോട് ഇട്ട് കൊടുക്കാം. ശല്യം ഒഴിവായി കിട്ടും. പിന്നെ ഒരുപാട് കാൽസ്യം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ചെടികളുടെ മുരടിപ്പൊക്കെ മാറാനായിട്ട് വളരെ നല്ലതാണ്. മഞ്ഞൾപ്പൊടി മുട്ടത്തോടെ പൊടിച്ചിട്ട് നമ്മുടെ ചെടിച്ചെടികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുത്താലും പ്രാണികളുടെയും ഒച്ചിൻ്റെയും ശല്യമൊക്കെ മാറിക്കിട്ടും. കീടശല്യങ്ങളൊക്കെ മാറിക്കിട്ടാനും വളരെ നല്ലതാണ്. അപ്പോൾ ഇത് 2 ദിവസം കഴിഞ്ഞ ശേഷം നന്നായിട്ടൊന്ന് പുളിച്ചു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ആ എല്ലാ കണ്ടന്റും നമ്മുടെ ആ ഒരു വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഈ അരിച്ചെടുത്ത വേസ്റ്റ് ഞാൻ ഒരിക്കലും കളയാറില്ല. ഞാൻ പല മണ്ണിൽ നടുന്ന ചെടികൾക്കും ഇത് കുഴിച്ചിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഇതുപോലെ മണ്ണിൽ നടുന്ന നമ്മുടെ ഏത് ചെടികളും, കറിവേപ്പിൻ്റെ ചൂട്ടിലോ അല്ലെങ്കിൽ ഏത് ചെടികളുടെ റോസ നിലത്ത് നട്ടിട്ടുണ്ടെങ്കിലോ അതിൻ്റെ ചുവട്ടിലോ പൂക്കളുണ്ടാകുന്ന ഏത് ചെടികളുടെ ചുവട്ടിലും എല്ലാ പച്ചക്കറികളുടെ ചുവട്ടിലും ഒക്കെ നമുക്കിത് ഇട്ട് കൊടുക്കാം. വേസ്റ്റ് കളയേണ്ട ആവശ്യമൊന്നുമില്ല.
അപ്പോൾ അങ്ങനെ മാറ്റി വെക്കുകയാണ് ഞാനത് ഇട്ട് കൊടുക്കാനായിട്ട്. എല്ലാത്തിനും ഞാനിങ്ങനെ വേസ്റ്റ് കളയാറില്ല. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഒരു 3.5 ലിറ്ററോളം വെള്ളമാണ് ഡൈല്യൂട്ട് ചെയ്തെടുക്കുന്നത്. ഇത് ചെറിയ ബക്കറ്റിന് 1/2 ബക്കറ്റ് വെള്ളമുണ്ട്, ഏകദേശം 3.5 ലിറ്റർ വരും. അപ്പം ലിറ്ററിൻ്റെ അളവ് പറയണമെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 3.5 ലിറ്റർ വെള്ളം വരും. അപ്പം നമുക്ക് എടുക്കുമ്പോൾ അറിയാം തെളി പോലെ കിട്ടും. കട്ടി കുറഞ്ഞ ഒരു ഇതായിട്ട് നമുക്ക് എടുക്കണം ഫെർട്ടിലൈസർ. ഒരുപാട് കട്ടി കൂടരുത്. അന്ന് കുറേശ്ശെ നമുക്ക് മഴക്കാലമായതുകൊണ്ട് കുറേശ്ശെ നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. മഴക്കാലം തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഞാൻ വളമൊന്നും ഒഴിച്ചു കൊടുക്കാതിരിക്കുന്നില്ല. ഞാൻ നല്ല വെയിൽ സമയം കാണുമ്പോൾ ഇതുപോലെ വളം ഉണ്ടാക്കി ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു ചെടി, ഈ ഒരു റോസാ ചെടി നല്ല ഹെൽത്തി ആയിട്ട് ഒരുപാട് പ്രശ്നം ഉണ്ടായി പോയ റോസാ ചെടിയാണ്. നിങ്ങൾ നേരത്തെയൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. ഇപ്പം 2-3 പ്രാവശ്യം പൂ ഇട്ട് കഴിഞ്ഞിട്ട് അടുത്ത പൂക്കൾ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ നിറച്ച് തളിർപ്പുകളും വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്കാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു വളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, വെള്ളം കെട്ടി കിടക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഇതുപോലെ വെള്ളം വാർന്നു പോകുന്ന രീതിയിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. അത്രയ്ക്കൊരു പോട്ടി മിക്സ് നമ്മൾ ചെയ്യാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ റോസിക്ക് നല്ല തളർപ്പൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അതിലെല്ലാം മുട്ടുകളുണ്ടാകും. ഓൾറെഡി ഒരു പൂ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബോൾസും ചെടിക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലതായിട്ട് ബ്രാഞ്ചസ് ഒക്കെ വരാനായിട്ട് വളരെയധികം സഹായിക്കുന്ന നല്ലപോലെ പൂക്കളുണ്ടാകും. ഉണ്ടാകുന്ന പൂക്കൾ കളർഫുള്ളുള്ള പൂക്കളായിരിക്കും കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.